പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ടൊരു പകൽക്കാലം നമുക്കിങ്ങനെ കർത്താവിനെ ഒരുമിച്ച് സ്തുതിക്കുവാൻ ഈ ദേശത്ത് ദൈവം ഒരുക്കി തന്ന കൃപയ്ക്കായി നമുക്ക് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനം പ്രാർത്ഥനയെക്കുറിച്ചാണ്. പ്രാർത്ഥിച്ചാൽ തീർച്ചയായും മറുപടി നൽകുന്ന ഒരു ദൈവമുണ്ട് എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നുണ്ട്. നമ്മളെല്ലാം പ്രാർത്ഥിക്കുന്നവരാണ്. പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭ്യമാകുമെന്നും നാം വിശ്വസിക്കുന്നു. എന്നാൽ നമ്മുടെ പ്രാർത്ഥനകളെക്കാൾ ഉപരി നമ്മുടെ വിശ്വാസം എത്രത്തോളം ഉണ്ട് എന്ന് നാം പരിശോധിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്ന പല ആളുകൾക്കും വിശ്വാസം വലുതായി ഇല്ല എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാനായി സാധിക്കുന്നു. വലിയ പ്രാർത്ഥനക്കാരല്ലാത്ത ചിലരിൽ വലിയ വിശ്വാസവും നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നമ്മുടെ പലപ്പോഴും ചിന്ത നാം വലിയ പ്രാർത്ഥനക്കാരാണ് എന്ന് നമ്മൾക്കൊരു ചിന്തയുണ്ട്. പലപ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ ദൈവഹിതത്തിന് അനുസൃതമല്ലാത്ത അല്ലെങ്കിൽ ദൈവനാമ മഹത്വത്തിനല്ലാത്ത പ്രാർത്ഥനകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാം. പ്രാർത്ഥനയ്ക്ക് ഒരുപാട് തലങ്ങളുണ്ട്. ഇന്ന് പ്രാർത്ഥനയുടെ മറ്റൊരു തലത്തെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം. സഭ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, പക്ഷേ പ്രാർത്ഥനയുടെ മറുപടി ആദ്യം കണ്ടത്, ആദ്യ സൂചന ലഭിച്ചത് മറ്റൊരാൾക്കാണ്. അവർ വന്ന് പറയുമ്പോൾ പ്രാർത്ഥനക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് വിശ്വാസം വരാതെയും പ്രാർത്ഥനയുടെ മറുപടി പറയുമ്പോൾ നീ എന്താണ് ഈ പറയുന്നത്, നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിക്കുന്ന ഒരു സംഭവം അപ്പോസ്തല പ്രവൃത്തികൾ 12-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായി സാധിക്കുന്നു. അതിന് 15-ാം വാക്യം എന്ന് വായിച്ചാട്ടെ. എല്ലാവരും കേട്ടിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോസ്തല പ്രവൃത്തികളിൽ പറയുന്ന പത്രോസിന്റെ കാരാഗ്രഹ വിടുതലിനെ കുറിച്ചുള്ള ഒരു സംഭവമാണ്. പത്രോസ് തിരികെ വരുമ്പോൾ അവിടെ ബാല്യക്കാരത്തി അല്ലെങ്കിൽ സെർവൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. ആ പെൺകുട്ടി ആണ് പത്രോസ് വന്ന വാതിലിൽ മുട്ടുമ്പോൾ ആദ്യം വിളി കേൾക്കുകയും അവൾ ആ സന്തോഷം കൊണ്ട് ഓടി പ്രാർത്ഥനാ സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് അകത്തെ മുറിയിലേക്ക് ഓടിച്ചെല്ലുമ്പോൾ പത്രോസ് വന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ അവളോട് ചോദിക്കുകയാണ്, പ്രാർത്ഥിക്കുന്ന ആളുകൾ ചോദിക്കുകയാണ്, നിനക്ക് ഭ്രാന്തുണ്ടോ? വലിയ പ്രാർത്ഥന അവിടെ നടക്കുക, ഒരാഴ്ചയായിട്ട് പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ മറുപടി വന്നപ്പോൾ ചോദിക്കുകയാണ്, നിനക്ക് ഭ്രാന്തുണ്ടോ? അതിൻ്റെ 1-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നമുക്കവിടെ സാഹചര്യം മനസ്സിലാക്കുന്നുണ്ട്. ഹെരോദാവ്, യേശുക്രിസ്തുവിന്റെ കാലത്തുള്ള ഹെരോദാവിന്റെ കൊച്ചുമകനായ ഹെരോദാവ് പലസ്തീൻ നാട് മുഴുവൻ ഭരിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. തൻ്റെ മുൻഗാമികളെ പോലെ ഇദ്ദേഹവും ക്രൂരനായ ഒരു ഭരണാധികാരിയായിരുന്നു. ദൈവമക്കളെ, ദൈവനാമത്തെ ദുഷിക്കുന്ന ഒരാളായിരുന്നു എന്ന് നമ്മൾക്ക് കാണുവാനായി സാധിക്കുന്നുണ്ട്. ദൈവമക്കളെ പീഡിപ്പിക്കുക എന്നുള്ളത് ഇദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം പോലെ നമ്മൾക്ക് തോന്നുവാനായിട്ട് ഇടയാകുന്നുണ്ട്. മാത്രമല്ല, യഹൂദന്മാരെ പ്രീതിപ്പെടുത്തി ദൈവസഭയെ ഇല്ലാതാക്കുക എന്നുള്ളതായിരുന്നു ഇദ്ദേഹത്തിന്റെ ലക്ഷ്യം. ഇദ്ദേഹം കഴിഞ്ഞ ആഴ്ച ദേവദാസൻ പറഞ്ഞപ്പോൾ ഏദോമിനെ കുറിച്ച് പറഞ്ഞു. ആ ഏദോമ്യനാണ് ഈ ഹെരോദാവ് എന്ന് പറയുന്ന ആള്. ജാതികളായിട്ടുള്ള ആളുകളെ വിശ്വാസത്തിലേക്ക് കടന്നു വരുമ്പോൾ വലിയ പീഡനം നടക്കുന്ന ഒരു കാലഘട്ടമാണ്. സഭ ചിതറിപ്പോയി, വിശ്വാസികൾ പല സ്ഥലങ്ങളിലേക്ക് പോയി, ആരും കാണാതെ പാർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഈ സംഭവം നടക്കുന്നത്. ഇവിടെ നോക്കുക, ഈ ന്യായാധിപ സംഘമൊക്കെ അപ്പോസ്തലന്മാരെ പിടിച്ചു, എന്നിട്ട് അവരെ ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു കാലം കൂടിയാണ്. ഈ കാലഘട്ടത്തിൽ അപ്പോസ്തലനായ യാക്കോബിനെ വാൾ കൊണ്ട് കൊന്നു എന്നാണ് അതിന്റെ 2-ാം വാക്യത്തിൽ കാണുന്നത്. യോഹന്നാന്റെ സഹോദരനായ യാക്കോബിനെ അവൻ വാൾ കൊണ്ട് കൊന്നു. ഒരാളെ കൊല്ലത്തക്ക രീതിയിൽ മതവിദ്വേഷം പടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇന്നും മനുഷ്യനെ കൊല്ലുവാൻ മതം ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. അതുകൊണ്ട് നമ്മൾക്ക് പെട്ടെന്ന് മനസ്സിലാകുവാൻ തക്കൊന്നും കഴിയും. മതങ്ങൾ എന്താണ്? മനുഷ്യനെ കൊല്ലുക, അതിൽ സംതൃപ്തി കാണുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇന്ന് ജീവിക്കുന്നത്. അപ്പോൾ തന്നെ അന്നത്തെ കാലത്തെക്കുറിച്ച് നമുക്ക് ചിന്തിക്കുവാനായിട്ട് നമുക്ക് ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. ഇവിടെ യേശുവിൻ്റെ ശിഷ്യന്മാരിൽ ഒരാളായ യാക്കോബിനെയാണ് കൊല്ലുവാൻ തക്കോണമിടയായത്. അത് യാക്കോബിനെ നമുക്കറിയാം. യാക്കോബ് സബദി ശലോമ പുത്രന്മാരിൽ ഒരാളാണ്. യേശുവിൻ്റെ അടുക്കലേക്ക് എൻ്റെ 2 മക്കളെയും നീ ഇടത്തും വലത്തും ഇരുത്തണം എന്ന് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവരുമ്പോൾ എൻ്റെ പാനപാത്രം ഇവർ കുടിക്കും എന്ന് അവരോട് മറുപടി പറയുകയും ആ പാനപാത്രത്തിൻ്റെ ഭാഗമായി യാക്കോബ് അപ്പോസ്തലൻ വാൾ കൊണ്ട് കൊല്ലപ്പെടുവാൻ തക്കവണ്ണം ഇടയായി. ഈ യാക്കോബിനെ കൊന്നത് യഹൂദന്മാർക്ക് വലിയ സന്തോഷമായി. കാരണം ഒരു ഓപ്പോസിറ്റ് റിലിജിയൻ അവിടെ ഉണ്ടായി, ഒരു വിശ്വാസം ഉണ്ടായി വരുമ്പോൾ യഹൂദന്മാർക്ക്
അംഗീകരിക്കുവാൻ തക്കോണം കഴിയാത്ത, അവരുടെ അതുവരെയുള്ള ആശയങ്ങൾക്ക് വിരുദ്ധമായ ഒരു വിശ്വാസം അവിടെ ഉണ്ടായി വരുമ്പോൾ ആ വിശ്വാസത്തെ തങ്ങളുടെ രാജ്യത്തിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്യുക, അതിനെ ഇല്ലാതാക്കുക എന്നൊരു ലക്ഷ്യമാണ് യഹൂദന്മാർക്കുണ്ടായിരുന്നത്. അതിന് ഭരണാധികാരികളും അതിന് കൂട്ടുനിന്നു. അവർക്കായിരുന്നു കൂടുതൽ. കാരണം റോമൻ സാമ്രാജ്യത്തിൻ്റെ കീഴിലുള്ള ആ പ്രദേശത്ത് എങ്ങനെയെങ്കിലും തങ്ങളുടെ വരുതിക്ക് പൂർണ്ണമായി ആക്കുവാനാണ് ഹെരോദാവും അവൻ്റെ ഈ റോമാ സാമ്രാജ്യത്തിലെ ആളുകൾ, അങ്ങനെയാണ് അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന ഈ വിശ്വാസ സമൂഹത്തിൽ ആദ്യം സ്തേഫാനോസിനെ കൊല്ലുവാൻ തക്കോണം. അതുവരെ സഭയോട് അവിടുത്തെ യഹൂദന്മാർക്ക് വലിയ പ്രശ്നമൊന്നുമില്ലായിരുന്നു. സ്തേഫാനോസിൻ്റെ പ്രസംഗം അവർക്ക് അവർക്ക് ഈ സഭയോട്, ഈ വിശ്വാസ സമൂഹത്തോട് വലിയ വിരോധമുണ്ടാകുവാൻ തക്കോണം ഇടയായി. അങ്ങനെ സ്തേഫാനോസ് മരണപ്പെട്ടു. അതിനുശേഷമാണ് ഈ യാക്കോബ് അപ്പോസ്തലന്റെ അടുക്കലേക്ക് കടന്നു വരുന്നത്. യാക്കോബ് അപ്പോസ്തലനെ പെട്ടെന്ന് ഹെരോദാവ് പിടിച്ചിട്ട് യാതൊരു വിചാരണയോ തടവോ ഒന്നും തടവിലിടാതെ, വിചാരണ കൂടാതെ ഈ യാക്കോബ് അപ്പോസ്തലനെ കൊല്ലുവാൻ തക്കോണം ഇടയായി. ഇത് യഹൂദന്മാർക്ക് വലിയ സന്തോഷമായി. അത് കാരണം ഹെരോദാവ് വിചാരിച്ചു, ഇനിയും അടുത്ത ആളെ കൂടെ, ശിഷ്യന്മാർ കുറച്ചു പേരുണ്ടല്ലോ, അവരിൽ ഓരോരുത്തരെ ഇങ്ങനെ പിടിച്ചു കൊന്നു കഴിഞ്ഞാൽ ഇത് യഹൂദന്മാർക്ക് വലിയ സന്തോഷം ആകും എന്ന് കരുതി ഈ ശിഷ്യന്മാരിൽ രണ്ടാമത്തെ ആളായ 3 പ്രധാനപ്പെട്ട ശിഷ്യന്മാരിൽ ഒരു ശിഷ്യനായ യാക്കോബിനെ കൊന്നുകളഞ്ഞു. അടുത്ത ശിഷ്യനായ പത്രോസിനെ പിടിച്ചു. അങ്ങനെ ഉള്ളൊരു സന്ദർഭത്തിലാണ് നമ്മൾ ഈ വാക്യം വായിക്കുന്നത്. അവിടെ എൻ്റെ 3-ാം വാക്യം വായിച്ചാട്ടെ. അപ്പോൾ പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളായി. പെരുന്നാൾ സമയമാണ്. ആ പെരുന്നാൾ 7 ദിവസം നീണ്ടു നിൽക്കും. യാക്കോബിനെ പിടിച്ചിട്ട് ഈ പെരുന്നാൾ സമയമൊന്നുമല്ല, പെട്ടെന്ന് കൊന്നുകളഞ്ഞു. എന്നാൽ പത്രോസിനെ പിടിക്കുന്ന ഈ സമയത്ത് പെരുന്നാളാണ്. ഈ വിശുദ്ധ പെരുന്നാളിന് ഒരാളെ കൊല്ലുവാൻ തക്കവണ്ണം ഇടയായാൽ, അതായത് യഹൂദന്മാരുടെ ഇടയിൽ അതൊരു വലിയ ബുദ്ധിമുട്ടാകും എന്ന് കരുതി പത്രോസിനെ തടവിൽ പാർപ്പിക്കുക. തടവിൽ പാർപ്പിച്ചിട്ട് പെരുന്നാൾ കഴിയുന്ന ദിവസം പത്രോസിനെ വിചാരണ ചെയ്യുക, പത്രോസിനെ കൊന്നുകളയുക എന്നുള്ളതായിരുന്നു ഹെരോദാവിൻ്റെ ലക്ഷ്യം. ഈ 7 ദിവസം കഴിയുന്ന ആ ദിവസം, പെസഹ പെരുന്നാൾ കഴിയുന്ന ആ ദിവസം വിചാരണ ചെയ്യുവാനാണ് അവർ തീരുമാനിച്ചിരുന്നത്. അങ്ങനെ പത്രോസിനെ പിടിച്ചു. മാത്രമല്ല, ഈ പെരുന്നാൾ സമയമാണ്. റോമിലെ നാടുവാഴികളെല്ലാം കൂടി വരുന്ന ഒരു സമയമാണ്. പെരുന്നാളായതുകൊണ്ട് സകല ദേശത്തു നിന്നും യഹൂദന്മാർ കൂട്ടമായി യെരുശലേമിലേക്ക് കടന്നു വരുന്ന ഒരു സന്ദർഭം കൂടി. അപ്പോൾ വലിയൊരു സമൂഹം, വലിയൊരു ജനക്കൂട്ടം, വലിയൊരു പെരുന്നാളിൻ്റെ ആ ഒരു തിരക്കിൽ പത്രോസിനെ കൊണ്ട് ജനക്കൂട്ടത്തിന് മുമ്പിൽ നിർത്തിയാൽ ഹെരോദാവിന് വലിയ പ്രശസ്തി ഉണ്ടാകും എന്ന് ഹെരോദാവിന് അറിയാമായിരുന്നു. അതിനുവേണ്ടിയാണ് അവൻ പത്രോസിനെ പിടിച്ചത്. യാക്കോബിനെ പിടിച്ചിട്ട് വിചാരണയോ ഒന്നും കൂടാതെയാണ് യാക്കോബിനെ കൊന്നുകളഞ്ഞത്. അതുപോലെ കൊന്നുകളയാൻ വേണ്ടിയാണ് പിടിച്ചത്. പക്ഷേ അന്ന് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായതുകൊണ്ട് പത്രോസിനെ പെട്ടെന്ന് കൊല്ലുവാനായിട്ട് സാധിച്ചില്ല. എന്നിട്ട് പത്രോസിന് ഈ തടവിൽ നിന്ന് രക്ഷപ്പെടാതിരിക്കുവാൻ വേണ്ടി, നമുക്കറിയാം, 4 ചേവകന്മാരെയൊക്കെ ഇത് ചെയ്തു, അവിടെ ആക്കിയിട്ട് വലിയ കാവൽ നിർത്തി, 2 ചങ്ങലയുണ്ടൊക്കെ ഇത് ബന്ധിച്ചിട്ട് എപ്പോഴും 4 പടയാളികൾ ഈ പത്രോസിന്റെ കൂടെ കാണും. അങ്ങനെയാണ് 4 സമയങ്ങളായിട്ട് തിരിച്ചിട്ട് 4 പേരെ ഈ പത്രോസിന് കാവലാക്കി അവിടെ നിർത്തുകയാണ്. ഒരിക്കലും രക്ഷപ്പെടരുത് എന്നുള്ള അവരുടെ ആശയത്തിൽ അവർ കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ദൃഢപ്പെടുത്തി എന്ന് പറഞ്ഞാൽ കാവൽ ദൃഢപ്പെടുത്തി നിൽക്കുന്ന സമയത്ത്, അടുത്ത വാക്യം 5-ാം വാക്യം വെച്ചാട്ടെ. നോക്കുക, ഇപ്പോഴാണ് സഭ ശ്രദ്ധയോടുകൂടെ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. യാക്കോബിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയം കിട്ടിയായിരുന്നു എന്നൊന്നും നമുക്കറിയത്തില്ല. ഒരുപക്ഷെ ആ പിടിച്ചന്ന് തന്നെ യാക്കോബിനെ കൊന്നുകളഞ്ഞായിരിക്കാം, അല്ലെങ്കിൽ ഒരു ദിവസം കഴിഞ്ഞാണെങ്കിൽ അറിയത്തില്ല, നമുക്കതിൻ്റെ രേഖകളൊന്നുമില്ല. യാക്കോബിനെ കൊന്നുകളഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇവിടെ പത്രോസിനെ പിടിച്ചിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് വിചാരണ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുകയാണ്. സഭയുടെ ഉത്തരവാദിത്തമാണ് പ്രാർത്ഥന. വിഷമിക്കുന്ന ഒരാൾക്ക്
പ്രതിസന്ധിയിലായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, രോഗത്തിലായിരിക്കുന്ന ഒരാൾക്ക് വേണ്ടി, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് സഭയുടെ ഉത്തരവാദിത്തമാണ്. പലപ്പോഴും നാം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. പലപ്പോഴും ആളുകൾ, സഭയിൽ ഒരു വിശ്വാസിക്ക് ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ മാറി നിന്ന് ചിരിക്കുന്ന ആളുകളുണ്ട്, അടക്കം പറയുന്ന ആളുകളുണ്ട്, അങ്ങനെ തന്നെ സംഭവിക്കണമായിരുന്നു എന്ന് പറയുന്ന ആളുകൾ ഉണ്ട് ഇന്ന് സഭകളിൽ. എന്നാൽ ഇവിടെ സഭ രാവും പകലും, നോക്കുക, ഇടവേളകൾ ഇട്ടുകൊണ്ട് പകലെന്നോ രാത്രിയെന്നോ ഇല്ലാതെ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോസ്തലനായ പത്രോസ് വിടുവിക്കപ്പെടണം. മരണം ഉറപ്പായ സമയത്താണ് ഭക്തന്മാരുടെ പ്രാർത്ഥന. രക്ഷപ്പെടുമോ ഇല്ലയോ എന്നൊന്നും എന്ത് ചെയ്യുന്നില്ല, യാതൊരു അറിവും ഇല്ലാതിരിക്കുന്ന സമയത്താണ്, യാതൊരു പ്രത്യാശയും ഇല്ലാതിരിക്കുന്ന സമയത്താണ് ഇവിടെ പ്രാർത്ഥന നടക്കുന്നത്. നിരാശയും സങ്കടവും നിറഞ്ഞു നിൽക്കുന്ന സമയം. നമ്മുടെ സഭയിൽ ഒരാൾക്കൊരു പ്രതിസന്ധി വന്നാൽ, നമ്മുടെ സഭയിൽ ഒരാൾക്കൊരു ബുദ്ധിമുട്ട് വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമോ? രാത്രികളിൽ, പകലുകളിൽ സമയം ലഭ്യമാകുമ്പോഴൊക്കെ പ്രാർത്ഥിക്കുവാൻ നമുക്ക് കഴിയുമോ എന്നുള്ളതൊരു ചോദ്യമാണ്. പലപ്പോഴും നമുക്ക് നമ്മുടെ തിരക്കുകൾ കൊണ്ട് അത് സാധ്യമാകാതെ പോകുന്നു എന്നുള്ളതാണ് സത്യം. എന്നാൽ അങ്ങനെയല്ല, പ്രാർത്ഥന നാം തീർച്ചയായും അത് ചെയ്യേണ്ട ഒരു കർത്തവ്യമാണ്. ഇവിടെ മടുപ്പുളവാക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാരണം, സഭയെ പീഡിപ്പിക്കുന്നു. ഇവരെല്ലാം ആരും കാണാതെ ഒളിച്ചിരുന്നാണ് പ്രാർത്ഥിക്കുന്നത്, ശബ്ദമില്ലാതെ പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മളിവിടെ പ്രാർത്ഥിക്കുന്നത് പോലെ പുറത്താളുകൾ കേൾക്കാതെയുള്ള പ്രാർത്ഥനയാണ്. മാത്രമല്ല, ഭരണാധികാരികളുടെ, പടയാളികളുടെ നോട്ടം എത്തുവാനും സാധ്യതയുണ്ട്. മാത്രമല്ല, വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. ഈ പത്രോസ് പണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞു. പത്രോസ് അകത്ത് ചെന്ന് പടയാളികൾ വിരട്ടി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം ഉണ്ടാക്കുമ്പോൾ പത്രോസ് തള്ളിപ്പറയുമോ എന്നിവർക്ക് എന്തുണ്ട്? ഒരു ഉൾഭയമുണ്ട്. പ്രതിസന്ധികളിൽ ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കുന്നുവെങ്കിലും ഇവർ പ്രാർത്ഥനയിൽ കരുത്താർജിക്കുകയാണ്. പ്രതിസന്ധികളിൽ അങ്ങനെ പോകുമ്പോഴും ഇവർ പ്രാർത്ഥനയിൽ. അപ്പോൾ പ്രാർത്ഥനയുടെ ഇടവേളകളിൽ ഇവർ പരസ്പരം സംസാരിക്കുന്നുണ്ട്. നമ്മൾ ഈ പണ്ടൊക്കെ ഈ ഓൾ നൈറ്റ് പ്രയർ എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. ഇപ്പോൾ കുറവാണ്. ഓൾ നൈറ്റ് പ്രയറൊക്കെ നടക്കുമ്പോൾ നമ്മൾ ഒരു വിഷയം പ്രാർത്ഥിച്ചിട്ട് ആ വിഷയത്തെക്കുറിച്ച് ആരെങ്കിലും പറയുമ്പോൾ നമ്മുടെ പല അഭിപ്രായങ്ങൾ അവിടെ വരും. ഇതുപോലെ ഒക്കെ ആയിരിക്കാം ഇവരിങ്ങനെ പ്രാർത്ഥിച്ചിട്ട് പല അഭിപ്രായങ്ങളൊക്കെ പറയും. എന്നാലും വിടുമോ? ചിലർ പറയും വിടുമോ ഇല്ലയോ നമുക്കറിയത്തില്ല. പത്രോസ് പണ്ട് യേശുവിനെ തള്ളിപ്പറഞ്ഞതാ. ഇനി വലിയ പ്രതിസന്ധി വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ പത്രോസ് തള്ളിപ്പറയുമോ നമുക്കൊന്നും പറയാം. ഇങ്ങനെയുള്ള പല വാക്കുകളൊക്കെ ഇവരിങ്ങനെ ഉരുവിടുന്നു. എങ്കിലും ഇവർ പിന്നീട് ഘട്ടം ഘട്ടമായി പ്രാർത്ഥനയിൽ ഇവർ ബലപ്പെടുവാൻ തക്കണം. ഒരു ദിവസങ്ങൾ കടന്നു പോവുക. നമ്മളതിൻ്റെ 6-ാം വാക്യത്തിൽ കാണുന്നു, അവിടെ കൊണ്ടുചെന്ന് നിർത്തുവാനുള്ള സമയം വരെ ഇവർ ഒരാഴ്ചയായിട്ട് ഇവർ പ്രാർത്ഥിക്കുക. നമ്മളൊക്കെയാണ് ഒരു വിഷയത്തിൽ 1-2 ദിവസമൊക്കെ പ്രാർത്ഥിക്കും മാക്സിമം. പിന്നെ നമ്മൾ വീട്ടിൽ പോയിരുന്ന് പ്രാർത്ഥിച്ചോളാന്ന് പറയും അല്ലേ. ഞങ്ങൾ വീട്ടിൽ പോയിരുന്ന പ്രാർത്ഥിച്ചു. നമ്മൾ വീട്ടിൽ പോയി കഞ്ഞിയും കറിയൊക്കെ ഉണ്ടാക്കി നമ്മുടെ വൈട്ടത്ത് പ്രാർത്ഥനയ്ക്ക് നമ്മുടെ എല്ലാ വിഷയം പറയുന്നതിൻ്റെ ഇടയ്ക്ക് ഇത് ആ സൈഡിൽ കൂടെ ഒന്ന് കയറ്റി ഇടത്തേ ഉള്ളൂ. എന്നാൽ ഇവിടെ അങ്ങനല്ല. പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സഭ ഒരുമിച്ച് കൂടി അവർ പ്രാർത്ഥിച്ചു. ഇത്രയും വൈകാരികമായി, ഇത്രയും സമയെടുത്ത് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഒരാഴ്ചയായിട്ട് പ്രാർത്ഥിക്കുക. പത്രോസിനെ പിടിച്ചത് മുതൽ ഈ പെരുന്നാൾ കഴിയുമ്പോഴേ വിചാരണ തുടങ്ങത്തുള്ളൂ. കർത്താവെ അതിനു മുമ്പ് വിടണമേ, അല്ലെങ്കിൽ ആ വിചാരണയിൽ പത്രോസിനെ ഇറക്കി വിടണമേ എന്നൊക്കെയാണ് ഇവരുടെ ആഗ്രഹം. അതിനുവേണ്ടിയാണ് ഇവരെന്ത് ചെയ്തത്? മുറിഞ്ഞു പോകാതെ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത്. പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഇവർ അലമുറയിട്ട് കരയുവാൻ തക്കവണ്ണം അവരുടെ ഉള്ളിലേക്ക് ആ സങ്കടം കനത്തു വരുന്നുണ്ടായിരിക്കാം. നമുക്ക് പ്രാർത്ഥിക്കുമ്പോൾ ചിലപ്പോൾ വാക്കുകൾ മുറിഞ്ഞുപോയി നിശബ്ദമായി പോകുന്ന നിമിഷങ്ങൾ ഉണ്ടാകാം. നിശബ്ദതയോടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രാർത്ഥിക്കുവാൻ പറ്റും. അങ്ങനെയുള്ള പ്രാർത്ഥനയുടെ വിവിധ ഘട്ടങ്ങൾ. ചിലർ പ്രാർത്ഥിക്കുമ്പോഴായിരിക്കും മറ്റുള്ളവർ ഇരുന്ന് കരയുന്നത്. കണ്ണീര് വറ്റിപ്പോകത്തക്ക രീതിയിൽ അവർ പത്രോസിന് വേണ്ടി പ്രാർത്ഥിക്കണം. പത്രോസിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്ന് നമ്മളിത് വായിക്കുമ്പോൾ ഒറ്റ വാക്യം, പത്രോസിന് വേണ്ടി സഭ ഒന്ന് പ്രാർത്ഥിച്ചു. നമ്മൾ ചിന്തിക്കുന്നതാ ഒരു ദിവസവും. പക്ഷേ അതിൻ്റെ പശ്ചാത്തലം മനസ്സിലാക്കുമ്പോൾ ഒരാഴ്ചയായിട്ട് ഇവർ പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കണ്ടിന്യൂ. ഭയം ഇവർക്ക് കടന്നു വരുന്നുണ്ട്. പത്രോസിനെ വിടുവിക്കുമോ, പത്രോസ് രക്ഷപ്പെടുമോ എന്നുള്ള ഭയം. എന്നാൽ വിശ്വാസം ഇവരെ കൂടുതലായി പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം ഇവരെ പ്രേരിപ്പിക്കുകയാണ്. ഇവരുടെ വിശ്വാസം എന്ത് ചെയ്യുക? ഇങ്ങനെ കടന്ന് വരിക. പത്രോസിനെ വിടുവിക്കും, പത്രോസ് രക്ഷപ്പെടും എന്ന് തന്നെ ഇവരിങ്ങനെ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അങ്ങനെയൊന്നും
സംഭവിക്കുന്നില്ല. ചില ദിവസം 4 ദിവസം കഴിഞ്ഞു, സംഭവിച്ചില്ല, പത്രോസിനെ വിട്ടില്ല, പത്രോസിനെ കുറിച്ച് ഒരു വിവരവുമില്ല. 5-ാം ദിവസമായി, പത്രോസിനെ കുറിച്ച് ഒരുവില്ല. 6-ാം ദിവസമായി, 7-ാം ദിവസത്തിലേക്ക് കടക്കുകയാണ്. ഇതുവരെയും ഇത് ചെയ്തിട്ടില്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. നോർത്ത് നോക്കി, നമ്മൾ പ്രാർത്ഥിക്കുവാൻ ഇതുപോലെയുള്ള ചില വിഷയങ്ങൾ ഏറ്റെടുക്കുമ്പോൾ നമ്മൾക്ക് ആശ്വാസകരമായ ഒരു മറുപടിയും എന്ത് ചെയ്യത്തില്ല, ലഭ്യമാകത്തില്ല. നമ്മുടെ മനസ്സ് എന്ത് ചെയ്യും, മടുത്തുപോകും. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ട് പോകുന്ന അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും നാം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കണം. ഒരു കാര്യത്തിൽ നമുക്കൊരു വിശ്വാസക്കുറവുണ്ട് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക. നമുക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു പോകുന്ന ഘട്ടത്തിൽ നമ്മുടെ പ്രാർത്ഥന നിന്നാൽ അതിന് മറുപടി ഉണ്ടാകുകയില്ല. വിശ്വാസം നമ്മൾക്ക് കുറഞ്ഞു വന്നാലും പ്രാർത്ഥന തന്നെ എന്ത് ചെയ്യുക, നാം ഇങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കണം. ഇവിടെ പത്രോസ് കാരാഗ്രഹത്തിലാണ്. സഭയിൽ എന്തു നടക്കുന്നു എന്ന് പത്രോസിന് അറിയത്തില്ല. പത്രോസ് ചിലപ്പം അറിയാമായിരിക്കാം, വിശ്വാസികളെല്ലാം കൂടെ കൂടിയിരുന്ന് പ്രാർത്ഥിക്കും. കാരണം ആ കാലഘട്ടങ്ങളിലൊക്കെ ഓരോരുത്തരെ പിടിച്ച് കൊന്നുകളയാം. നമ്മുടെയൊക്കെ പ്രാർത്ഥനകൾ പലപ്പോഴും യാതൊരു ലക്ഷ്യബോധമില്ലാതെ പ്രാർത്ഥിക്കും. പ്രാർത്ഥന തുടങ്ങും, പിന്നെ ഈ പ്രാർത്ഥന നിർത്താൻ ഭയങ്കര പാടാണ്. ഈ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വണ്ടിയുടെ അവസ്ഥയാണ്. ഒരു പോക്ക ഇതെവിടെ യാതൊരു ലക്ഷ്യവുമില്ലാതെ ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വണ്ടിയാണ്. ഇടിച്ചെവിടെങ്കിലും നിൽക്കുക എന്നുള്ളതാണ്. ബ്രേക്ക് നഷ്ടപ്പെട്ടു പോകുന്ന വണ്ടി എവിടെ ഇടിച്ചു നിൽക്കുക. ഇത് മറിഞ്ഞു വീണാലും നിൽക്കുകയല്ല. അതാണ് നമ്മുടെ ഓർമ്മ. മറിഞ്ഞു വീണാലും നേരെ ആക്കിയാലും പിന്നെ അവിടെ എന്ത് ചെയ്യും. അതായത് അതിലേറ്റവും വലിയ ബുദ്ധിമുട്ട് ഞാനെപ്പോഴും പറയാറുണ്ട്, ഈ കൺവെൻഷൻ സ്ഥലങ്ങളിൽ ഈ പ്രാർത്ഥിക്കാൻ 2 ഉപദേശിമാരെ നിർത്തും. ഇവരാണ് ലോകത്തിലേറ്റവും മോശം പ്രാർത്ഥനക്കാർ. നമ്മളിങ്ങനെ പ്രസംഗം തുടങ്ങുമെന്നും പറഞ്ഞ് നമ്മൾ കാത്തൊരു ദേവദാസം വന്നല്ലേ പ്രസംഗം കേൾക്കാമെന്ന് പറഞ്ഞു. ഈ 2 പേരും കൂടെ 15 മിനിറ്റ്, 1/2 മണിക്കൂർ പ്രസംഗം വരും. ശ്രദ്ധിച്ചോണോ ഇങ്ങോട്ട്. കൺവെൻഷൻ ഈ നല്ല പാസുമാരാണ് നിർത്താൻ പറയും. ഇവിടെ ഈ പ്രാർത്ഥനയെ തകർക്കുക എന്നുള്ളതാണ് ശത്രുവിൻ്റെ ലക്ഷ്യം. സഭ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥനയുടെ ഫലം കാരാഗ്രഹത്തിൽ നമ്മൾക്ക് താഴോട്ടുള്ള വാക്യം വായിക്കുമ്പോൾ കാണുവാനായി സാധിക്കും. തീർച്ചയായും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാതെ പോയ ഒരു വിഷയവും നമ്മുടെ ജീവിതത്തിൽ, ചില വിഷയത്തിന് നെഗറ്റീവായ മറുപടി ഉണ്ടാകും. അത് നമ്മുടെ കുഴപ്പം കൊണ്ടല്ല, ഈ പ്രാർത്ഥിക്കുന്ന ചില വിഷയങ്ങളിൽ മേൽ ഉള്ള ചില പ്രതിസന്ധികൾ കൊണ്ടാണ്. അല്ലെങ്കിൽ ചില വിഷയങ്ങൾ അങ്ങനെ ഉണ്ടാകണമെന്ന് ദൈവം തീരുമാനിച്ചത് കൊണ്ടാണ്. നമുക്കറിയാം, അനേക ദൈവദാസന്മാർക്കും നല്ല വിശ്വാസികൾക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ അതിൻ്റെ ഫലം നെഗറ്റീവായി നമുക്ക് കാണാറുണ്ട്. കാരണം നമ്മൾ ഈ രോഗത്തിന് വേണ്ടിയും ചിലരുടെ ആശ്വാസത്തിന് വേണ്ടിയും, എന്നാൽ കുറച്ച് നാൾ കഴിയുമ്പോൾ എന്ത് ചെയ്യുന്നു, അവർ മരണപ്പെട്ടു പോകുന്നു. അത് ദൈവത്തിൻ്റെ ചില ഉദ്ദേശങ്ങളാണ്. എന്നാൽ അതിനും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. കാരണം എന്താണ്, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പക്ഷേ ദൈവം എന്ത് ചെയ്യുക, പ്രതിസന്ധികളിൽ നിന്ന് അവരെ സ്വീകരിച്ച് തൻ്റെ അടുക്കലേക്ക് ചേർക്കും. എന്താ തന്നെയായാലും പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. ഇവിടെ പടയാളികളുടെ ഇടയിൽ ചങ്ങലയാൽ ബന്ധിക്കപ്പെട്ട് പത്രോസ് അവിടെ കിടന്നുറങ്ങിയാണ്. നോക്കുക, ഈ അടുത്ത ദിവസങ്ങളിൽ എൻ്റെ മരണം ഉറപ്പാണെന്ന് പത്രോസിന് അറിയാം. നമുക്ക് ഉറങ്ങാൻ സാധിക്കുമോ? ഇല്ല. നമുക്ക് നാളെ നമ്മൾ ജോലി സ്ഥലത്ത് ഒരു പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറങ്ങുകയല്ലേ. അപ്പോൾ പിന്നെ മരണം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് വലിയൊരു രോഗം വന്നെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഉറങ്ങത്തില്ല. എന്നാൽ പത്രോസ് എന്ത് ചെയ്യുന്നു, ഇവിടെ ഈ കാരാഗ്രഹത്തിൽ കിടന്ന് ഉറങ്ങുകയാണ്. വിടുതലിന് വേണ്ടി സഭ പുറത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ 10-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവർ ഇരുമ്പ് വാതിലിന്റെ അടുക്കൽ നിശബ്ദമായി പ്രാർത്ഥിക്കുന്ന ഭവനത്തിൽ അവർ നിശബ്ദമാണ്. കാരണം പുറത്ത് സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ പടയാളികൾ വന്ന് പിടിച്ചുകൊണ്ട് പോകാനുള്ള സാധ്യതകളേറെയാണ്. അപ്പോൾ നിശബ്ദമായി പ്രാർത്ഥിക്കുമ്പോൾ നിശബ്ദമായ ചില ഇരുമ്പ് വാതിലുകൾ അവർക്ക് വേണ്ടി തുറക്കുകയാണ്. വാതിൽ തുറക്കുവാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്നാൽ അത് നിശബ്ദതയോടെ തുറക്കുവാൻ ദൈവത്തിന് കഴിയും. ഈ ഹെരോദാവിന് കാരാഗ്രഹത്തിന്റെ വാതിൽ തുറക്കുവാനേ കഴിയുകയുള്ളൂ. എന്നാൽ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുവാൻ അവന് കഴിയുകയില്ല. അവിടെ നിന്നാണ് അവന് വേണ്ടി ഒരു ദൂതൻ വെളിപ്പെട്ടു വരുന്നത്. ആ ദൂതനെ തടുത്തു നിർത്തുവാൻ അവന്റെ കാരാഗ്രഹത്തിന് കഴിയുകയില്ല എന്ന് നാം മനസ്സിലാക്കണം. പത്രോസിനെ പോലെ നിങ്ങൾക്കും ഇങ്ങനെ പ്രതിസന്ധികൾ ഉണ്ടാകാം, പ്രശ്നങ്ങൾ ഉണ്ടാകാം. എന്നാൽ ഒരു കാര്യം നാം ഓർക്കണം, നമ്മുടെ ദൈവത്തിന് അസാധ്യമായ ഒരു കാര്യവുമില്ല.
അവൻ്റെ വാക്ക് അവസാന വാക്കുമല്ല എന്ന് നാം മനസ്സിലാക്കണം. നമ്മുടെ വിഷയത്തിന് വേണ്ടി സഭ പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം പ്രാർത്ഥിക്കുന്നുവെങ്കിൽ, നാം ഒരുങ്ങുന്നുവെങ്കിൽ, നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾക്ക് തീർച്ചയായും മറുപടി ഉണ്ടാകും. ഇവിടെ പത്രോസിന് വേണ്ടി എന്ത് ചെയ്തു? മറുപടി ദൈവം കൊടുത്തു, ദൂതനെ അയച്ചു. വിടുതലുകൾ നമുക്ക് താഴ്ത്തു വായിക്കുമ്പോൾ ആ ഭാഗം ഓടിച്ചു വിടുകയാണ്, നമുക്ക് സമയമില്ലല്ലോ. പത്രോസിനെ ദൈവം വിടുവിച്ച് പത്രോസ് ഇറങ്ങി വന്നിട്ട് പത്രോസ് ഒരു സ്വപ്നം കാണുന്നവരെ പോലെ ആ തെരുവിൽ നിന്നു എന്ന് നമ്മൾക്ക് മനസ്സിലാക്കുവാൻ കൊണ്ടും കഴിയുന്നുണ്ട്. നോക്കുക, നമ്മുടെ വിടുതലുകൾ എത്ര ഇരുമ്പ് ചങ്ങലകളിൽ ബന്ധിച്ചോട്ടെ, എത്ര ഇരുമ്പ് വാതിലുകൾ നമുക്ക് മുമ്പിൽ ഉണ്ടായിക്കോട്ടെ, പക്ഷേ നമ്മളൊരു സ്വപ്നം കാണുന്നത് പോലെ നമുക്ക് ചില വിടുതലുകൾ ദൈവം നമുക്ക് തരും. നമ്മൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിഷയത്തിൽ ചില സ്വപ്നം പോലെ ദൈവം നമ്മളെ വിടുവിക്കും. നമ്മൾ വിചാരിക്കും ഇതെങ്ങനെ സാധിക്കുമെന്ന്, ഇതെങ്ങനെ നടക്കും, ഈ കാവലും കടന്ന് ഞാൻ എങ്ങനെ കടന്നു വരുമെന്ന് പത്രോസ് ചിന്തിക്കുമ്പോൾ ഒരു സ്വപ്നം പോലെ നമ്മൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിൽ ഒരു സ്വപ്നം പോലെ ചില പ്രാർത്ഥനകളുടെ മറുപടികൾ ലഭ്യമാകുമ്പോൾ നമ്മൾ ചിന്തിക്കും, കർത്താവേ ഇതൊരു സ്വപ്നം പോലെയാണല്ലോ, ഈ സന്തോഷം എനിക്ക് അനുഭവിക്കുവാൻ തക്കോണം കഴിഞ്ഞത് ഒരു സ്വപ്നം പോലെ ആകുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ തക്കോണം. അതുകൊണ്ട് നാം പ്രാർത്ഥനയിൽ ബലപ്പെടുക. താഴോട്ടുള്ള 12-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അവിടെ കാണുന്നു, പത്രോസ് കടന്നു വന്നിട്ട് മർക്കോസ് എന്ന യോഹന്നാൻ്റെ അമ്മ മറിയയുടെ വീട്ടിലേക്കാണ് ഇവർ കടന്നു വരുന്നത്. മർക്കോസ് എന്നുള്ളത് അവൻ്റെ ലത്തീൻ പേരും യോഹന്നാൻ എന്നുള്ളത് അത് യഹൂദ നാമവുമാണ്. നമുക്കറിയാം ഈ പല പേരുകൾ, മർക്കോസ് എന്ന, ശീമോൻ എന്ന, പത്രോസ്, ഇതൊക്കെ മറ്റവർക്ക് വിളിക്കാനായിട്ട് ഈ പേര് ബുദ്ധിമുട്ടായതുകൊണ്ട് അവർ മറ്റൊരു പേരിട്ട് വിളിക്കും. നമുക്കറിയാം ദാനിയേലിനെ എന്ത് ചെയ്തു? ചന്ദ്രക്ക് മേശക്ക് അബേദ്നെഗോ കൊണ്ട് അവർ പ്രവാസത്തിലേക്ക് പിടിച്ചുകൊണ്ട് പോയിട്ട് വേറൊരു പേരാണ്, മറ്റു പേരുകളാണ് അവർക്ക് കൊടുത്തത്. ഇതുപോലെ തന്നെയാണ് ഇവിടെ ഈ പത്രോസ് കടന്നു വന്നിട്ട് മറിയയുടെ വീട്ടിലേക്കാണ് ഇവിടെ കടന്നു വരും. ഈ മറിയ അത്യാവശ്യം സമ്പന്നയാണ്. കാരണം നമുക്ക് പല വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് കാണുന്നുണ്ട് ഈ മറിയയുടെ വീട്ടിലാണ് ഈ സഭ നടക്കുന്നത്. അതുകൊണ്ടാണ് പത്രോസ് എന്ത് ചെയ്തത്? കറക്റ്റ് പത്രോസ് അവിടെ വന്നു. പത്രോസിന് അറിയാം അവർ പ്രാർത്ഥിക്കുന്നുണ്ട്, സഭയായി അവർ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നറിയാം. ആരാധന നടക്കുന്ന ഈ സ്ഥലത്തേക്കാണ് പത്രോസ് കടന്നു വരുന്നത്. അപ്പോൾ അവിടെ വലിയ പ്രാർത്ഥന നടക്കുന്നുണ്ട്. നമുക്കറിയാം ലേഖനങ്ങളിൽ ഒരുപാട് സ്ഥലത്ത് സഭ എന്ന് പറയുന്നത് നമ്മൾ ഇന്ന് കാണുമ്പോൾ, പണ്ടല്ല അവിടെ ഒരു കാപ്പിപ്പൊടി അച്ഛനുണ്ട്, അറിയത്തില്ലേ? കാപ്പിപ്പൊടി അച്ഛൻ പറഞ്ഞു, 2 ഓലക്കീറും വേറെ 2 വായു ഉണ്ടെങ്കിൽ പെന്തക്കോസ്തുകാർക്ക് ഒരു പ്രാർത്ഥന നടത്താം, അല്ലെങ്കിൽ ഒരു സഭ തുടങ്ങാം എന്ന് പറയും. സത്യത്തിൽ ആ പുള്ളിയൊന്നും ഈ ബൈബിളൊന്നും വായിച്ചിട്ടില്ല, ഈ സുവിശേഷമൊക്കെ വായിച്ചിട്ടുള്ളൂ. അതിൻ്റെ അപ്പുറത്തോട്ട് ഈ പുള്ളിയൊന്നും വായിച്ചിട്ടില്ല. നമുക്കറിയാം പലർക്കും ഇന്നും സംശയമുണ്ട്, ഈ സഭായോഗമൊക്കെ വീടുകളിൽ കൂടുന്നത് നല്ലതാണ് എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾ. വായിക്കാം റോമാലേഖനം 16, അതുകൂടെ ഒന്ന് പറഞ്ഞേക്കാം. റോമാലേഖനം 16:5 ആ വാക്യം ഒന്ന് വായിച്ചു നോക്കുക. അവരുടെ വീട്ടിലെ സഭയെയും വന്ദനം ചെയ്യുന്നു. ഒന്ന് പോരാ, അടുത്ത വായിച്ചു. 1 കൊരിന്ത്യർ 16:19 വായിച്ചു. നമ്മൾ ഈ പ്രസംഗം ഒക്കെ കേട്ടോ. അക്വിലാസും പ്രിസ്കില്ലായും അവരുടെ ഭവനത്തിലെ സഭ. അടുത്ത വായിച്ചു. കൊലോസ്യ ലേഖനം 4:15 വായിച്ചു. നോക്കുക, കണ്ടോ, അവരുടെ വീട്ടിലെ സഭ. നമുക്കറിയാം ഫിലേമോന്റെ വീട്ടിലും, ഫിലേമോന്റെ 1:2 വായിക്കുന്നു, ഫിലേമോന്റെ വീട്ടിലെ സഭയ്ക്കും പൗലോസ് ഒനോസിമോസിൻ്റെ കത്ത് കൊടുത്തു വിടുമ്പോൾ വന്ദനം ചൊല്ലും. അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു കേട്ടോ. നമുക്ക് ഈ സംശയം ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് മനസ്സിലാക്കുവാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. നമ്മുടെ സഭായോഗം പള്ളി മാത്രമേ നടക്കത്തുള്ളെന്ന് നോക്കിയോ, കുറച്ച് കഴിയുമ്പോൾ എന്ത് ചെയ്യും? പള്ളിയൊക്കെ അടിച്ചു തകർക്കുന്ന ഒരു കാലഘട്ടം വരും. നമുക്ക് കടന്നു വരാം. അപ്പോൾ പത്രോസ് ഈ മറിയയുടെ വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ ബാല്യക്കാരി അല്ലെങ്കിൽ സെർവൻ്റ് ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു. അവളുടെ പേരാണ് രോദ എന്ന് പറയുന്നത്. വായിച്ച എൻ്റെ 13-ാം വാക്യം. അവിടെ ബാല്യക്കാരിയായ രോദ, അവളുടെ പേര് രോദ എന്നാണ്. അതിൻ്റെ വാക്കിൻ്റെ അർത്ഥം റോസ് എന്നാണ്. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന, നമ്മളിതിൻ്റെ ഇടയ്ക്കെല്ലാം ഓർത്തോണം, പത്രോസ് അവിടെ എന്താണ്, മറിയയുടെ വീട്ടിൽ ഭയങ്കര പ്രാർത്ഥന നടക്കുക, രാവും പകലും എല്ലാം. കാപ്പിയൊക്കെ ഇടയ്ക്ക് കുടിച്ചിട്ട് പിന്നെയും പ്രാർത്ഥന, 5 മിനിറ്റ് വിശ്രമിക്കും, പിന്നെയും പ്രാർത്ഥന, അങ്ങനെ കണ്ടിന്യൂ ആയിട്ട് രാവും പകലുമെല്ലാം പ്രാർത്ഥന നടത്തുന്നത്. പ്രാർത്ഥന നടക്കുമ്പോഴാണ് പ്രാർത്ഥനയുടെ മറുപടി അവിടെ എത്തുന്നത്. പ്രാർത്ഥനയുടെ തീവ്രത അനുസരിച്ച് ദൈവം അവിടെ മറുപടി നൽകുകയാണ്. പ്രാർത്ഥനയുടെ മറുപടി വാതിലിൽ വന്ന് മുട്ടുന്നു. ഈ പെൺകുട്ടി അവിടെ, അവൾ വേലക്കാരിയാണ്. വേലക്കാരി എന്ന് പറയുമ്പോൾ തന്നെ അവൾ ആ പ്രാർത്ഥനയുടെ ഭാഗമായിരിക്കാം. പത്രോസ് പലപ്പോഴും അവിടെ വന്നിട്ടുണ്ട്, അവൾക്ക് പരിചയമുണ്ട്, പ്രാർത്ഥനയുടെ ഭാഗമാണ്. അപ്പോൾ തന്നെ
പടിപ്പുര വാതിലാണ് പത്രോസ് വന്ന് മുട്ടുന്നത്. പത്രോസിന്റെ മുട്ടലിന്റെ ശബ്ദം കേട്ടു. ഇവളവിടെ ജോലി എടുത്തുകൊണ്ടിരിക്കുകയായിരിക്കാം, അല്ലെങ്കിൽ പ്രാർത്ഥനയുടെ ഇടയ്ക്ക് ആർക്കെങ്കിലും അല്പം വെള്ളം കൊടുക്കുവാനായി പുറത്തേക്ക് വന്നതായിരിക്കാം. അങ്ങനെ എന്താണ് നമുക്കറിയത്തില്ല. എന്ത് തന്നെയായാലും അവൻ ചെയ്തു. ഇവൾ ഈ പത്രോസിന്റെ ശബ്ദം തിരിച്ചറിയും. ഈ പത്രോസിന് വേണ്ടി ഒരാഴ്ചയായിട്ട് അവിടെ വലിയ പ്രാർത്ഥന നടക്കുക. ഈ പത്രോസ് വന്നത് അവളുടെ ഉള്ളിൽ വലിയ സന്തോഷമുണ്ടാക്കി. ഇവൾ എന്ത് ചെയ്തു? ആ സന്തോഷം കാരണം ഇവൾ വാതിൽ തുറക്കാൻ മറന്നുപോയിട്ട് ഇവൾ ഓടി അകത്തേക്ക്. നമുക്കറിയാം, ഈ ഗൾഫിൽ നിന്നൊക്കെ ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്, പറയാതെ ചെല്ലുക. അപ്പോഴൊക്കെ ഈ ചെല്ലുമ്പോൾ ആ വീട്ടുകാരൊക്കെ എന്ത് ചെയ്യും? ചിലർ വീട്ടിനകത്തോട്ട് തിരിച്ചുകൂടി അങ്ങ് പോകും, അല്ലേ? ചിലരിങ്ങനെ കൈയും കെട്ടി ഇങ്ങനെ നിൽക്കും, ചിലർ മുഖം പൊത്തി നിൽക്കും, ചിലർ വന്ന് കെട്ടിപ്പിടിക്കും, ഇല്ലേ? പല റിയാക്ഷനാണ്. എന്ന് പറഞ്ഞതുപോലെ പത്രോസിന്റെ ഈ വാതിൽ മുട്ടുന്നത് കേട്ട് ഈ പെൺകുട്ടി വാതിൽ തുറന്നില്ല. പത്രോസിനോട് സംസാരിച്ചു. അപ്പോൾ പത്രോസ് പറഞ്ഞു, ഞാൻ പത്രോസാണ് വാതിൽ തുറക്കാൻ പറഞ്ഞപ്പോൾ ഇവൾ ഈ സന്തോഷം കൊണ്ട് പ്രാർത്ഥന നടക്കുന്ന ഇടത്തേക്ക് ഓടിച്ചെല്ലുകയാണ്. ഓടിച്ചെല്ലുന്നിട്ട് അവള് പറയാണ്, പത്രോസ് വന്നിരിക്കുന്നു. ഇവര് അത് വിശ്വസിച്ചു. പ്രാർത്ഥനയാണ്, പ്രാർത്ഥന മറുപടി അവിടെ എന്ത് ചെയ്തു? വന്നു. പക്ഷെ എന്ത് ചെയ്തില്ല? അവർ അത് വിശ്വസിച്ചില്ല. നമ്മൾ ആളുകളെ ശ്രദ്ധിച്ചാൽ മതി. നമ്മൾ വലിയ വിശ്വാസികളാണെന്നൊക്കെ പറയും. ഈ പ്രാരംഭ സമയത്ത് ദൈവസന്നിധിയിലേക്ക് ഒരു 5 മിനിറ്റ് ഇവിടെ നിന്ന് എടുക്കുകയാണെ. ഈ പ്രാരംഭ സമയത്ത് വിശ്വാസത്തിലേക്ക് കടന്നു വരുന്നവർക്ക് ഭയങ്കര വിശ്വാസമാണ്, അല്ലേ? അവർ പ്രാർത്ഥിക്കുന്നതൊക്കെ നമ്മൾ വർഷങ്ങൾ 10-15 വർഷം ഇവിടെ കിടന്ന് പ്രാർത്ഥിച്ചിട്ട് കിട്ടാത്ത മറുപടിയൊക്കെ അവർ ഒരാഴ്ച കൊണ്ട് വന്നിവിടെ പ്രാർത്ഥിക്കും, മറുപടി കിട്ടും. വേറൊരു വശം കൊണ്ടുണ്ട്. നമ്മൾ എന്ത് ചെയ്യും? ഈ വിശ്വാസത്തിൽ പ്രായം കൂടുന്തോറും നമ്മൾ വലിയ പ്രാർത്ഥനയാണ്, ഭയങ്കരമാണ്. പക്ഷേ നമുക്കെന്ത് ചെയ്യാണ്? ഈ വിശ്വാസം കുറഞ്ഞു വരും. നമ്മൾ വിശ്വാസത്തിൽ വർദ്ധിച്ചു വരുമ്പോഴും ഈ വിശ്വാസം, നമ്മുടെ ഉള്ളിലെ പ്രാർത്ഥനകൾക്ക് മറുപടി ലഭിക്കുമെന്നുള്ള വിശ്വാസം കുറഞ്ഞു. നമുക്ക് പ്രാർത്ഥനയിൽ വലിയ പാരമ്പര്യം നമുക്കുണ്ട്, പക്ഷെ വിശ്വസിക്കുന്നതിലെ പാരമ്പര്യം നമുക്കില്ല. വലിയ പ്രാർത്ഥനയുടെ പാരമ്പര്യം നമ്മൾ പറയും. എന്താണ്? ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ചു, ഞാൻ ഇങ്ങനെ ചെയ്തു, ഇതിന് 100 വാക്ക് പറയുവാൻ നമുക്ക് കാണും. പക്ഷേ വിശ്വസിച്ച് നീ എന്ത് നേടിയെന്ന് ഉള്ള ചോദ്യത്തിന് നമുക്ക് പലപ്പോഴും മറുപടി ഇല്ല. കാരണം എന്താണ്? പ്രാർത്ഥിച്ചു, നമ്മൾ അടുത്ത വിഷയം വന്നു, അതും പ്രാർത്ഥിച്ച വിഷയങ്ങളൊക്കെ നമ്മളിങ്ങനെ വാരി ഇട്ട് കൂട്ടി അവിടെ വെക്കുക. ഇതിന് മറുപടി കിട്ടുന്നുണ്ടോ, മറുപടി കിട്ടിയോ എന്നൊന്നും ഇത് ചെയ്തില്ല. നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ പ്രാർത്ഥനക്കാരല്ലേ? നമ്മൾ പ്രാർത്ഥിക്കുക. ഒരാളെ വിഷയം പറഞ്ഞു, ഇന്ന് സിബ്രാന്റെ വിഷയം പറഞ്ഞു, നമ്മൾ പ്രാർത്ഥിച്ചു. പിന്നെ അടുത്ത ആളുടെ വിഷയം വന്നു, നമ്മൾ പ്രാർത്ഥിച്ചു. നമ്മൾ പിന്നെ ഈ വിഷയം ഒന്നും എന്ത് ചെയ്യാം? മറന്നു പോവുക. എന്നാൽ നമ്മൾ വിഷയങ്ങൾ മറക്കുകയല്ല, നമ്മൾ മറുപടി കിട്ടുന്നത് വരെ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കും. അവിശ്വസനീയമായ ചിലത് ഉണ്ടാകുമ്പോൾ വിശ്വസിക്കുവാൻ നമുക്ക് ബുദ്ധിമുട്ടാണ്. പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നൊരു വിഷയമാണ്, പക്ഷെ അതൊരു അവിശ്വസനീയമായ സംഭവമാണ്. അത് വിശ്വസിക്കുവാൻ തക്കവണ്ണം എന്ത് ചെയ്യുന്നില്ല? ഇവർക്ക് കഴിഞ്ഞില്ല. പ്രാർത്ഥന ആയിരുന്നവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നത് എത്ര മണ്ടത്തരമാണ്, അല്ലേ? നമ്മൾ ഈ ദിവസങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന് മറുപടി കിട്ടി എന്ന് നമ്മൾ കേൾക്കുമ്പോൾ അത് കിട്ടിയായിരുന്നു, അങ്ങനെ വരാൻ സാധ്യതയില്ലല്ലോ എന്ന് നമ്മൾ പറയുന്നത് പോലെയാണ്. അവരുടെ വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു എങ്കിലും അതൊരു പക്ഷേ എന്താണ്? അവരുടെ വിശ്വാസത്തിൽ കുറവുണ്ടായിരുന്നു, അതുകൊണ്ടല്ലേ അവർ വിശ്വസിക്കാഞ്ഞത്. ആ കുറവുണ്ടായിരുന്നു എങ്കിലും ദൈവം അവരുടെ പ്രാർത്ഥന. അതുകൊണ്ടാണ് ഞാൻ ആദ്യം പറഞ്ഞത് വിശ്വാസം നമുക്ക് കുറവാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, മാസങ്ങളായി ആഴ്ചകളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമുക്കത് വിശ്വാസം കുറഞ്ഞു പോയാലും, നമുക്ക് ഇച്ചിരി മടുപ്പുണ്ടായാലും നാം പ്രാർത്ഥന മുടക്കരുത്. പ്രാർത്ഥന മുടക്കുക എന്നുള്ളതാണ് പിശാചിന്റെ ലക്ഷ്യം. നമ്മൾ ലക്ഷ്യമാക്കുന്ന ഏതെങ്കിലും വിഷയത്തിൽ പ്രാർത്ഥന ഇല്ലാതാക്കുക. നമ്മളിരുന്ന് വീട്ടിൽ നിന്ന് പറയൂ, അത് പ്രാർത്ഥിച്ചിട്ടൊന്നും നടന്നില്ല, ഇനി നമ്മൾ എന്തിനു വേണ്ടി അങ്ങനെ പ്രാർത്ഥിക്കണം? ഒരാളെന്നാൾ പറഞ്ഞെന്നാണ്, പ്രാർത്ഥിച്ച് മടുത്തു കർത്താവേ എന്ന് ആരോ പറഞ്ഞെന്നാണ്. മടുത്തു പോകുന്ന പ്രാർത്ഥനകളുണ്ട്. പ്രാർത്ഥന മടുത്തു പോകരുതെന്നാണ് ദൈവം പറഞ്ഞത്. പക്ഷേ എന്ത് ചെയ്യുന്നു? നമ്മൾ മടുത്തു പോകുന്ന സാഹചര്യം. എന്നാൽ അങ്ങനെ മടുത്തു പോകരുത്. പ്രാർത്ഥന, നമുക്ക് വിശ്വാസം കുറഞ്ഞാലും നാം പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ മറുപടിയുണ്ട്. ഇവിടെയും അതുതന്നെയാണ്. സഭയ്ക്ക് ഒരുപക്ഷെ വിശ്വാസക്കുറവ് ഉണ്ടായിരുന്നിരിക്കാം, അതുകൊണ്ടല്ലേ അവർ വിശ്വസിക്കാഞ്ഞത്. അതുകൊണ്ട് എന്ത് ചെയ്തു? എങ്കിലും അവരുടെ പ്രാർത്ഥന ദൈവം കേട്ടു. കാവലാളുകളെ ഉറക്കം കൊടുത്ത് ദൈവം അവിടെ നിന്ന് പത്രോസിനെ വിടുവിച്ചു. നോക്കുക, എത്ര അത്ഭുതകരമായ സംഭവമാണ്. സഭയുടെ ഉത്തരവാദിത്തമാണ്. ഒരാഴ്ചയാണ് ഭാരവും ബുദ്ധിമുട്ടും ഒക്കെ കാരണം എന്ത് ചെയ്യും? നമ്മൾ മടുത്തു പോകാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ഇവിടെ നോക്കുക, നമ്മുടെ പ്രാർത്ഥനയെ മാറ്റിക്കളയുവാൻ പിശാച് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ ആശയക്കുഴപ്പങ്ങളുണ്ടാകും. പ്രാർത്ഥനയിൽ നമുക്ക് ആശയക്കുഴപ്പങ്ങളുണ്ടാകും. നമ്മൾ പ്രാർത്ഥിക്കുന്ന, ഇപ്പം നമ്മൾ ഈ
കൂടുതലായി നമ്മുടെ സഭകളെക്കാൾ ഉപരി നമ്മുടെ കുടുംബങ്ങളിൽ ആശയവിരുദ്ധത ഉണ്ടാകും. അതാണ് ഇപ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴല്ല ആശയം. നമ്മൾ ഏതെങ്കിലും ഒരു വിഷയത്തെക്കുറിച്ച്, ഇപ്പോൾ ഒരു ജോലിയുടെ കാര്യം നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒരു സാമ്പത്തിക വിഷയത്തിന് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, നമ്മളിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കുക പിശാചിന് വലിയൊരു പദ്ധതിയാണ്. അതായത് പ്രാർത്ഥന എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്താതെ നമ്മുടെ കുടുംബത്തിൽ, അത് സഭകളെക്കാൾ കൂടുതലായി കുടുംബത്തിൽ ആശയഭിന്നത ഉണ്ടാക്കി നമ്മുടെ പ്രാർത്ഥന എന്ന ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് പിശാചിൻ്റെ ലക്ഷ്യം. ഇവിടെ പത്രോസിനെ ദൈവം രക്ഷപ്പെടുത്തി ഇവിടേക്ക് കൊണ്ടുവന്നു. പത്രോസിനെ തടവിലാക്കിയതുപോലെ മറ്റാരെങ്കിലും പിടിച്ചുകൊണ്ടുപോകുവാൻ വന്നതായിരിക്കാം ഈ ശബ്ദമെന്ന് രോധ വിചാരിച്ചു. അവൾ അതിന് ശ്രദ്ധ കേൾപ്പിച്ചു. ആരാണ്? ഞാൻ പത്രോസാണ്. അവൾ ആ സൗണ്ട് കേട്ട് ഓടിച്ചെന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് അകത്തേക്ക് അതേ വന്ന സ്പീഡിൽ തന്നെ തിരിച്ചു പോയിട്ട് അവർ പറയാണ്, നിനക്ക് ഭ്രാന്തുണ്ട്, നീ എന്തോ ഈ പറയുന്നത്? പത്രോസ് തടവിലല്ലേ? പത്രോസ് ഇങ്ങനെ വിചാരണയൊക്കെ കഴിയാതെ പുറത്തു വരുമോ? നീ എന്താണ് പറയുന്നത്? നിനക്ക് ഭ്രാന്തുണ്ട്. അല്ലെ, നീ ഒന്നുകൂടെ ശ്രദ്ധിച്ചേ, ആരെങ്കിലും പടയാളികൾ നമ്മളിൽ ആരെങ്കിലും പിടിച്ചുകൊണ്ട് പോകുവാൻ വന്നതാണോ എന്ന് അവർ പരസ്പരം പറഞ്ഞ് അവിശ്വാസത്തിന്റെ വാക്കുകളാണത് അവർ രോധയോട് പറഞ്ഞു. ഇത്രയും പ്രാർത്ഥിച്ചിരുന്നിട്ടും മറുപടി കിട്ടിയപ്പോൾ ദൈവം പ്രാർത്ഥനയ്ക്ക് മറുപടി നൽകിയെന്ന് രോധ വിശ്വസിച്ചു. രോധ ആ വിളി, പത്രോസിന്റെ ശബ്ദം കേട്ടപ്പോഴും എന്ത് ചെയ്തു? രോധ വിശ്വസിച്ചു. പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടി, ദൈവം പ്രാർത്ഥനയുടെ മറുപടി തന്നു എന്ന് രോധ വിശ്വസിച്ചു. അപ്പോഴാണ് ചോദിക്കുന്നത്, നിനക്ക് ഭ്രാന്തുണ്ടോ? മറ്റുള്ളവരുടെ ചോദ്യം. കാരണം ഒന്നാമത്തെ അവളോട് ചോദിക്കുവാനുള്ള, നമ്മൾ തമ്മിൽ നിൽക്കുമ്പോൾ നിനക്ക് ഭ്രാന്തുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവമൊക്കെ മാറും. ഇവിടെ രോധ സെർവൻ്റാണ്, ജോലിക്കാരിയാണ്. അവളോട് എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് ചോദിക്കാം. അതുകൊണ്ടാണ് ആളുകൾ ചോദിച്ചത്. എന്നാൽ നാം ഒരു കാര്യം മനസ്സിലാക്കണം, വിശ്വാസത്തിൽ ഏറ്റവും ചെറിയവൻ്റെ വാക്കുകളും നാം എന്ത് ചെയ്യണം? കേൾക്കണമെന്നൊരു പാഠം കൂടെ നമ്മൾക്ക് രോധ നൽകുന്നു. രോധയോട് ചോദിക്കാണ്, നിനക്ക് ഭ്രാന്തുണ്ടോ? ഈ രോധയാണ് വിശ്വാസത്തിൻ്റെ വിടുതലിൻ്റെ ആദ്യ അനുഭവം അനുഭവിച്ചത്. പത്രോസിൻ്റെ വിടുതൽ ആദ്യം അനുഭവിച്ചത് രോധയാണ് പരിഹസിക്കുന്നത്. നമ്മളേക്കാൾ ചെറിയവരോടാണ് നാം പരിഹസിക്കുന്നതും നമ്മൾ വമ്പ് പറയുന്നത്. ചിലരൊക്കെ വമ്പ് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഇരുന്ന് മടുത്തിട്ടുണ്ട്. ചിലരോട് കെട്ടഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ജീവൻ കൊണ്ട് നമുക്ക് ഓടിപ്പോണം. നമ്മൾ നിസാരരെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പരിഹസിക്കുന്നത്. ഇവിടെ നാം ഒരു കാര്യം ശ്രദ്ധിക്കണം, നമ്മളെക്കാൾ ചെറിയവരെ എന്ത് ചെയ്യണം? നാം അവരെ കൂടെ പരിഗണിക്കണം. പിന്നീടുള്ള അവരുടെ സംഭാഷണങ്ങളൊക്കെ കേൾക്കുമ്പോൾ നമുക്കറിയാം, പത്രോസാണ് വാതിൽ വന്ന് മുട്ടുന്നത്. അവരത് മനസ്സിലാക്കി. അപ്പോഴാണ് ഇവർ പത്രോസിനെ കണ്ടാണ് ഇവർ വിസ്മയിച്ചത്. മറുപടി കേട്ട് അവർ വിസ്മയിച്ചില്ല. പത്രോസിനെ കണ്ടപ്പോഴാണ്, ആ കാണുന്നത് വരെ എന്ത് ചെയ്തില്ല? അവരത് വിശ്വസിച്ചില്ല. ആ വിശ്വസിക്കാഞ്ഞത് കൊണ്ട് അവർ വിസ്മയിച്ചില്ല. നമ്മളോട് കർത്താവ് പറയുന്നത്, മറുപടി ലഭിച്ചു എന്ന് കരുതി വേണം എന്ത് ചെയ്യാൻ? പ്രാർത്ഥിക്കാൻ. മറുപടി ലഭ്യമായി എന്ന് ആ ഒരു വിശ്വാസത്തോടു കൂടെ വേണം നമ്മൾ പ്രാർത്ഥിക്കാൻ. പലപ്പോഴും ഈ സഭയെപ്പോലെ, ഈ സഭയിലെ ഇപ്പോൾ എല്ലാവരും ആ സഭയിൽ അങ്ങനെ ആകണമെന്നില്ല. ഏതെങ്കിലും ഒരാളായിരിക്കാം അത് ചോദിച്ചത്. ആ പ്രാർത്ഥനയുടെ ഇടയിൽ ആ വിശ്വാസിക്ക് വിശ്വാസക്കുറവുണ്ടായിരുന്നു. അങ്ങനെ തന്നെ നമുക്ക് ചിന്തിക്കാം. കാരണം ആ കൂടി വന്നിരിക്കുന്ന എല്ലാവരും വിശ്വാസത്തോടു കൂടിയാണല്ലോ വന്നത്. എന്നാൽ അതിലൊരാളായിരിക്കാം, അല്ലെങ്കിൽ അവളോട് ചോദിച്ച ആരെങ്കിലും ആയിരിക്കാം അത് എന്ന് നമുക്ക് വിശ്വസിക്കാം. അതുകൊണ്ട് എന്ത് ചെയ്തു? അവർ വാതിൽ തുറക്കുവാനായിട്ട്, പത്രോസിന്റെ ശബ്ദം കേട്ടിട്ടും എന്ത് ചെയ്തില്ല? അവർ വാതിൽ തുറക്കുവാൻ മടിച്ചിട്ട് ഇവളോട് പറയുകയാണ്, നിനക്ക് ഭ്രാന്തുണ്ട് എന്ന് ചോദിച്ചിട്ടാണ്, മറുപടിയൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് അവൾ പറയാണ്, അല്ല പത്രോസ് തന്നെയാണ് എന്ന് പറഞ്ഞപ്പോഴാണ് അവർ വാതിൽ തുറക്കുവാൻ തുടങ്ങിയതും അവർ കടന്നു വന്ന് പത്രോസിനെ കണ്ട് സന്തോഷിച്ചു. പത്രോസ് കാരാഗ്രഹത്തിലായിരുന്നു, ഉറക്കമായി. പത്രോസ് അവിടെ ഉറങ്ങിയെന്ന് നമ്മൾ കാണുന്നു, ഇല്ലേ? പ്രതിസന്ധികളിൽ ഉറങ്ങുന്ന ഒരു ധീരത. നാളെ ഒരു പ്രശ്നം വന്നാൽ, പ്രശ്നമുണ്ടാകും എന്ന് നമുക്ക് തോന്നിക്കഴിഞ്ഞിട്ട് നമ്മൾ നാളെ നടക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ ഇന്നേ തല പുകച്ച് ആലോചിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ ഒക്കെ ഇരിക്കേണ്ട കാര്യമില്ല. നാളെ അത് ദൈവം നാളെ എന്നുള്ളത് ദൈവത്തിൻ്റെ കാര്യമാണ്. അത് ദൈവം എന്ത് ചെയ്യും? അത് നടത്തിക്കൊള്ളും. നമ്മൾ അതിനെക്കുറിച്ച് യാതൊരു ബേജാറാകേണ്ട കാര്യവുമില്ല. ഇവിടെ പത്രോസ് ധീരമായി അവിടെ കിടന്ന് നല്ല ഉറക്കമാണ്. ധീരതയോടെ, പ്രതിസന്ധികളിൽ ധീരതയോടെ നിൽക്കുവാൻ കഴിയുന്നത് ഭക്തന് എല്ലാവർക്കും ധീരത ഉണ്ടാകത്തില്ല. ധീരത ഉണ്ടായിരുന്നെങ്കിൽ എന്ത് ചെയ്യും? പത്രോസാന്ന് കേട്ടപ്പോഴേ ഓടി വന്ന് ചാടി വന്ന് എല്ലാവരും വാതിൽ തുറന്നേനും. പക്ഷേ എന്ത് ചെയ്യില്ല, എല്ലാവരും ഒന്ന് മടിച്ചു നിന്നു. പിന്നെയും വന്ന് പത്രോസിനോട് ചോദിച്ചു, നീ പത്രോസ് തന്നെയാണോ അല്ലേ എന്ന് ചോദിച്ചിട്ട് സഭ ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുക. നമ്മുടെ സഭയിലെ എല്ലാ വിഷയങ്ങൾക്കും
എല്ലാത്തിനും മറുപടി ഉണ്ടാകും. മറുപടി ലഭ്യമാകുമ്പോൾ അതിനെ നിസാരവൽക്കരിക്കരുത് എന്ന് കൂടെ നാം മനസ്സിലാക്കണം. അപ്പോൾ തന്നെ ഏറ്റവും ചെറിയവരെ കൂടെ കരുതുവാനുള്ള മനോഭാവം നമ്മൾക്കുണ്ടാകണം. അങ്ങനെ വിശ്വസിച്ചതുകൊണ്ടാണ് രോദ ഇന്ന് ഈ തിരുവെഴുത്തിൽ അവളുടെ പേരും ചേർക്കപ്പെട്ടത്. ഇല്ലെങ്കിൽ ബാല്യക്കാരത്തി വന്നു, വാതിൽ തുറന്നു. നമ്മൾ ചില ഐനയാസും തബീഥയെക്കുറിച്ചൊക്കെ നമ്മൾ ചില മാസങ്ങൾക്ക് മുമ്പ് സംസാരിച്ചു. അവരുടെയൊക്കെ പേരുകൾ ഒരു വാക്കുകൊണ്ട് മാത്രം എഴുതി വെച്ച് പോകുന്നതാണ്. അതുപോലെ ഒരാളാണ് രോദ. അവളുടെ പേര് പോലെ തന്നെ അവൾ റോസ എന്നാണ് അറിയപ്പെടുന്നത്. നോക്കുക, ഒരു വീട്ടിലെ ബാല്യക്കാരത്തിയാണ്. ആ പ്രാർത്ഥനയിൽ പങ്കാളിയായില്ലേ എന്നൊന്നും നമുക്കറിയത്തില്ല. പക്ഷേ അവൾ ആ വാതിലിൽ തട്ടുന്ന ശബ്ദം കേട്ട് അവൾ ചെന്ന് പത്രോസാണ് എന്ന് അവൻ്റെ ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞു. പലപ്പോഴും നാം കണ്ടു മാത്രം വിശ്വസിക്കുമ്പോഴാണ് രോദ എന്ന പെൺകുട്ടി ശബ്ദം കൊണ്ട് തിരിച്ചറിഞ്ഞ് ആ സന്തോഷം പങ്കിടുവാൻ തക്കവണ്ണം അതിൻ്റെ അകത്തേക്ക് വന്നു. അങ്ങനെ തന്നെ ആയിരിക്കട്ടെ. ചിലപ്പോൾ കാണാൻ സാധിക്കുന്നതിന് മുമ്പേ അറിയുവാനായിരിക്കും, ചില സൂചനകളായിരിക്കും നമ്മൾക്ക് നമ്മുടെ പ്രാർത്ഥനയുടെ മറുപടിയായി ആദ്യം ലഭ്യമാകുന്നത്. അതിൽ വിശ്വസിക്കുക. എല്ലാം കണ്ടേ ഞാൻ വിശ്വസിക്കൂ എന്ന് പറയുന്നവർക്ക് അത് വലിയ തടസ്സമായി നിൽക്കും. ഇത് ദൈവം എനിക്ക് ചെയ്തു തരട്ടെ എന്നാൽ ഞാൻ വിശ്വസിക്കാമെന്ന് പറയുന്ന വിശ്വാസികളുണ്ട് എന്നുള്ളത് എത്ര ദുഃഖകരമായ കാര്യമാണ്. വിശ്വസിക്കുക. ദൈവം തരുന്നതിന് മുമ്പേ വിശ്വസിക്കുക. പത്രോസിൻ്റെ വിടുതലിന് വേണ്ടി അവർ വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. പത്രോസിനെ അവരുടെ മുമ്പിൽ ദൈവം കൊണ്ടുചെന്ന് നിർത്തി. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്കും ദൈവം നമ്മൾക്ക് മറുപടി നൽകട്ടെ. കണ്ണുകളടയ്ക്കാം, പ്രാർത്ഥിക്കാം.